കാലാകാലങ്ങളായി പാകിസ്ഥാൻ ഇന്ത്യക്ക് വിളമ്പിക്കൊണ്ടിരുന്ന ഭീകരതയുടെ കയ്പ് ഇപ്പോൾ അവർ രുചിച്ചു തുടങ്ങുന്ന വാർത്തകളാണ് സമീപകാലത്തായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി അവർ ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ വിട്ടു. അതിർത്തി ഗ്രാമങ്ങളിൽ തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ നടത്തി. ഇപ്പോൾ അതേ മാതൃകയിൽ അഫ്ഗാൻ പോരാളികൾ അവർക്കിട്ട് പണിയുകയാണ്. പാകിന്റെ സ്വന്തം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യക്കെതിരെ വനിതാ ഭീകര യൂണിറ്റുകൾ രൂപീകരിക്കാൻ പദ്ധതിയിട്ടു. ഇപ്പോഴിതാ പാകിസ്ഥാൻ അതിനും സമാനമായി തിരിച്ചടി വാങ്ങിക്കൂട്ടുകയാണ്. ബലൂചിസ്ഥാനിൽ നിന്നുള്ള വനിതകളുടെ കയ്യിൽ നിന്നാണെന്ന് മാത്രം. ഇന്നലെ രാത്രി ഒരു വനിതാ പോരാളിയുടെ നേതൃത്വത്തിൽ നടന്ന ചാവേർ ആക്രമണം പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിൽ തന്നെ വലിയ ചോദ്യചിഹ്നം ഉയർത്തുകയാണ്. ബലൂചിസ്ഥാനിലെ ധാതു സമ്പന്നമായ ചാഗൈ ജില്ലയിലെ നോക്കുണ്ടിയിലുള്ള പാക് സേനയുടെ ഫ്രോണ്ടിയർ കോർപ്സ് ആസ്ഥാനം ലക്ഷ്യമിട്ടാണ് ബലൂച്ച് പോരാളികളുടെ ഈ ആക്രമണം നടന്നത്. ഒരു വനിതാ ബലൂച്ച് വിമത പോരാളി നടത്തിയ ഈ ചാവേർ സ്ഫോടനത്തിൽ പാക് സേന വിറങ്ങലിച്ചു നിന്നപ്പോൾ അത് 6ഓളം മറ്റ് ബലൂച്ച് പോരാളികളുടെ സംഘത്തിന് കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അവസരം നൽകി. ഇത് പാക് സൈന്യവും വിമതരും തമ്മിൽ മണിക്കൂറുകൾ നീണ്ട കനത്ത വെടിവയ്പ്പിന് കാരണമായി. ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. തങ്ങളുടെ ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിംഗ് ആയിട്ടുള്ള സാഡോ ഓപ്പറേഷണൽ ബറ്റാലിയൻ ആണ് ഓപ്പറേഷൻ നടപ്പാക്കിയതെന്ന് BLF സ്ഥിരീകരിച്ചു. ഏറ്റവും പ്രയാസകരവും ഉയർന്ന അപകട സാധ്യതയുള്ളതുമായിട്ടുള്ള ഉയർന്ന പ്രൊഫൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉയർന്ന പരിശീലനം ലഭിച്ച ബലൂച്ച് ആർമിയുടെ പ്രത്യേക ഓപ്പറേഷൻ വിഭാഗമാണ് സാഡോ ഓപ്പറേഷണൽ ബറ്റാലിയൻ. BLF പ്രസ്താവനകൾ അനുസരിച്ച് ബലൂചിസ്ഥാനിലെ തന്ത്രപ്രധാനമായ സന്തക് റെക്കോ ഡിക് ഖനന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിദേശ ജീവനക്കാർക്കായുള്ള സെൻട്രൽ കോമ്പൗണ്ട് ആയിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പാക്കിന്റെ ഈ FC താവള വിമതരുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ പെട്ടെന്ന് തകർന്നതിനാൽ പാക് സൈന്യത്തിന് കനത്ത മരണസംഖ്യ ഉണ്ടായേക്കാമെന്ന് കരുതുന്നുണ്ട്. നൊക്കുണ്ടിയിലെ ആക്രമണത്തിന് പുറമെ പഞ്ച്ഗൂരിലെ ഗുർമഖാൻ ഏരിയയിലുള്ള മറ്റൊരു FC ഔട്ട്പോസ്റ്റിന് നേരെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണം നടത്തി. ഇത് മറ്റൊരു തീവ്രമായ ഏറ്റുമുട്ടലിന് കാരണമായി. ഇതെല്ലാം ഇന്നലെ രാത്രി നടന്നതാണെന്ന് ആലോചിക്കണം. ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ഒരേ സമയം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ബലൂച്ച് പ്രതിരോധ ഗ്രൂപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ഏകോപനവും ശേഷിയുമാണ് ഈ ഇരട്ട ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാനിൽ നിന്ന് സമ്പത്ത് ഊറ്റിയെടുക്കുകയും അവിടുത്തെ ജനങ്ങളെ അവഗണിക്കുകയും ചെയ്ത ഇസ്ലാമാബാദിന്റെ നയങ്ങളാണ് ഈ സംഘർഷങ്ങൾക്ക് പിന്നിൽ. മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങളും തങ്ങളുടെ ഭൂമിയുടെ നിയന്ത്രണം വേണമെന്ന ആവശ്യവുമാണ് ഈ സംഘടിത പ്രതിരോധ പ്രസ്ഥാനത്തിന് ഊർജം നൽകുന്നത്. ഡോക്ടർ അല്ലാ നസൂർ ബലൂജിന്റെ നേതൃത്വത്തിൽ BLF സാഡോ ഓപ്പറേഷണൽ ബറ്റാലിയൻ പോലുള്ള പ്രത്യേക വിഭാഗങ്ങളോടെയുള്ള ഒരു ശക്തിയായി ഇപ്പോൾ വളർന്നു വന്നിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ ഒരു കേവലമായ ഏറ്റുമുട്ടലിനപ്പുറം ഒരു രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. ബലൂച്ച് പ്രതിരോധം കൂടുതൽ ഏകോപനത്തോടെ പാക് സൈനിക മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ കഴിവുള്ളതായി മാറിയെന്ന് ഒരു തെളിവാണിത്. ഇത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പാക് സൈനിക താവളത്തിൽ നടക്കുന്ന രണ്ടാമത്തെ ഭീകരാക്രമണമായതിനാൽ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിനെ ചൊല്ലി വലിയ ആശങ്കകളാണ് രാജ്യത്തിനുള്ളിൽ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.